Friends, Prasida from Start Yourself team. So, ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. MBA യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എസ് ആയിട്ട് വേണമെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇതൊന്നും അല്ലാണ്ട് തന്നെ എക്സാമിന് ചോദിക്കുന്ന അല്ലാതെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡെഫിനറ്റ്ലി ഈ സമയത്ത് ഈ കാലഘട്ടത്തിലെ എല്ലാ പേഴ്സണും ആരാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഓരോ ട്രാൻസാക്ഷൻ ബേസിലാണ് നടന്നു പോകുന്നത്. നമ്മൾ ബാങ്കിങ് എൻവയോൺമെൻറ്റിലാണെങ്കിലും ഈവൻ ഒരു ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ പോലും വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഞാൻ പോയിൻ്റ് വൈസാണ് പറയുന്നത്. കാരണം എക്സാമിന് അങ്ങനെ എഴുതിയിട്ട് കാര്യമുള്ളൂ, വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. സോ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം? Transaction processing system is designed to capture, store, process and manage transaction in an organization. ഒരു ഓർഗനൈസേഷനിൽ, അത് ഏത് ഓർഗനൈസേഷൻ, ഏത് ടൈപ്പ് ഓർഗനൈസേഷനും ആയിക്കൊള്ളട്ടെ, അവിടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഡേറ്റ ക്യാപ്ചർ ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്യുകയും അതിന് ആവശ്യമായിട്ടുള്ള റൂൾസും വാലിഡേഷൻ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുകയും പിന്നീട് ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് കാണും. വളരെ സ്മോൾ ടൈപ്പ് ഓഫ് ഡേറ്റ ആയിരിക്കും, ചിലപ്പോൾ വലിയ ലാർജ് വോളിയം ഡേറ്റ ആയിരിക്കും. എന്തായാലും ആ സമയത്തിനകത്തുള്ള അക്യുറസി, റിലയബിലിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്ത് വളരെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് വ്യക്തമായ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കണം. ആ ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. നോർമലി 2 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ സിസ്റ്റം ഉണ്ട്. ബാച്ച് പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിയൽ ടൈം പ്രോസസ്സിംഗ് ഉണ്ട്. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറേജിലാണെങ്കിൽ, ഒരു റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ അത് നമ്മൾ റീറ്റെയിലായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാനുവലി അത് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ്. അതിന് അടുത്ത് പറയുന്നുണ്ട് വീണ്ടും. റിയൽ ടൈം പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ സെക്കൻഡിലെ ട്രാൻസാക്ഷനെ പോലും ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് സിസ്റ്റമാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പോയിന്റ് ഓഫ് സെയിൽ ആൻഡ് ബാങ്കിങ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. TPSൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഹൈ വോളിയം ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി സ്മോൾ വോളിയം ഡേറ്റ ചെയ്യാൻ പറ്റും, കാരണം അപ്പോൾ അവിടെ അക്യുറസി ഇഷ്യൂസ് ഒന്നും വലുതായിട്ട് വരത്തില്ല. പക്ഷേ ഹൈ വോളിയം ഡേറ്റ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസിൽ നമുക്ക് വളരെ ക്ലൗഡിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാം. എക്സ്പേർട്ട് സിസ്റ്റംസ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഈ ഹൈ വോളിയം ഡേറ്റ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനെ പോലും വളരെ ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്രോസസ്സിംഗ് സിസ്റ്റം വർക്കൗട്ട് ചെയ്യേണ്ടത്. അക്യുറസി ഉണ്ടായിരിക്കണം. വളരെ കൃത്യമായ ഡേറ്റ തന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് യൂസ് ഉള്ളൂ. റിലയബിൾ ആയിരിക്കണം. ഈവൻ എറേഴ്സ് വന്നാൽ പോലും അത് മോഡിഫൈ ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ റിയൽ ടൈം ആയിരിക്കണം. കഴിഞ്ഞ മിനിറ്റിലെ ട്രാൻസാക്ഷൻ പോലും വളരെ അപ്ഡേറ്റഡ് ആയി കൃത്യമായിട്ടുള്ള ഒരു വാലിഡേഷൻ. അത് ഇപ്പോൾ സപ്പോസ് ഒരു A എന്ന് പറയുന്ന ഒരു പേഴ്സൺ 50 രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. അതേ സമയത്ത് തന്നെ മറ്റേ ആൾ പിൻവലിക്കാൻ നോക്കുകയാണെങ്കിൽ 50 രൂപ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവർക്ക് അറിയാൻ പറ്റണം, അല്ലേ? അപ്പോൾ വലിക്കുന്ന പൈസ 100 രൂപ നേരത്തെ അക്കൗണ്ടിലുണ്ടായിരുന്നു, 50 രൂപ B കൊണ്ട് ഇട്ട് കഴിഞ്ഞു. 200 രൂപ വലിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ പറ്റത്തില്ല എന്നൊരു ഇൻഫർമേഷൻ, പക്ഷേ 150 വിളിച്ചാൽ അവർക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണം. ആ തരത്തിലുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈവൻ ലാസ്റ്റ് മിനിറ്റിലെ ഡേറ്റ പോലും ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ആയിരിക്കണം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ടൈപ്സ് നേരത്തെ പറഞ്ഞ പോലെ ബാച്ച് പ്രോസസ്സിങ്ങും റിയൽ പ്രോസസ്സിങ്ങുമാണ്. ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം, അല്ലേ? കുറേ ഡേറ്റ, ലാർജ് വോളിയം ഓഫ് ഡേറ്റ. ഒരു റീറ്റെയിൽ മാർക്കറ്റിൽ ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഹെവി ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഹെവി ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന അതൊരു ടൈപ്പാണ്. രണ്ടാമത്തെ റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന ബാങ്കിങ് പോലുള്ള മേഖലകളിൽ നടക്കുന്ന പ്രോസസ്സിംഗ് സിസ്റ്റം കൂടുതലും റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബാച്ച് പ്രോസസ്സിംഗ്